കൂടി ശശിനാരായണനിൽ നിന്ന് അറിയണം. ആരോഗ്യവകുപ്പിനെ വെട്ടിലാക്കി വിവാദ പ്രസ്താവനയുമായി മന്ത്രി സജി ചെറിയാൻ. സർക്കാർ ആശുപത്രിയിലെ ചികിത്സയിൽ മരിക്കാൻ തുടങ്ങിയ തന്നെ രക്ഷിച്ചത് സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സയെന്ന് മന്ത്രി. സ്വകാര്യ ആശുപത്രികളിൽ മന്ത്രിമാർ ചികിത്സ തേടുന്നത് പുതുമയല്ല. വീണ ജോർജിനെയും പൊതുജനാരോഗ്യത്തെയും CPM സംരക്ഷിക്കുമെന്നും സജി ചെറിയാൻ പറഞ്ഞു. മന്ത്രിമാരെന്താ സ്വകാര്യ ആശുപത്രി എന്തിനും പോകത്തില്ല. സ്വകാര്യ ആശുപത്രി മന്ത്രിമാരും പോകും, സാധാരണക്കാരനും പോകും, എല്ലാത്തിനും പോകും. ഏത് ആശുപത്രിയാണോ ആദ്യം നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന അങ്ങോട്ട് പോകും. മെഡിക്കൽ കോളേജിൽ പോകുന്ന എത്ര മന്ത്രിമാരുണ്ട്? ഞാൻ പോയത് മെഡിക്കൽ കോളേജിലാണ്, കുഴപ്പമൊന്നും സംഭവിച്ചില്ല. ചിലർ സ്വകാര്യ ആശുപത്രി പോകും. ഞാൻ സ്വകാര്യ ആശുപത്രി പോയി. ഞാൻ ഡെങ്കിപ്പനി വന്നപ്പോൾ 2019 ഞാൻ ഗവൺമെൻറ് ആശുപത്രിയിലായിരുന്നു. ഗവൺമെൻറ് ആശുപത്രി ചികിത്സ കൊണ്ട് ഞാൻ മരിക്കാൻ സാധ്യത വന്നപ്പോൾ എന്നെ അമൃതയെ കൊണ്ടുവന്ന് ശുപാർശ ചെയ്തു. എന്നെ അമൃതയെ കൊണ്ടുപോയി. ഞാൻ അവിടെ ചെന്ന് 14 ദിവസം ബോധമില്ലായിരുന്നു. ഞാൻ രക്ഷപ്പെട്ടു. അപ്പോൾ അമൃത ഹോസ്പിറ്റൽ മോശമാണ്. അതൊക്കെ ഈ നാട്ടിൽ വ്യവസ്ഥാപിതപരമായ കാര്യമാണ്. അത് ചികിത്സിക്കേണ്ട ഹോസ്പിറ്റൽ എവിടെയും പാ. സ്വകാര്യ മേഖലയിൽ കൂടുതൽ ടെക്നോളജി ഉള്ള ഹോസ്പിറ്റലുണ്ട്. അത്രയും ചിലപ്പോൾ സർക്കാർ ആശുപത്രി വന്ന് കാണത്തില്ല. കാരണം സർക്കാർ ആശുപത്രിയിൽ കൂടുതൽ ആളുകൾ വരുന്ന ഒരു സ്ഥാപനത്തിൽ അതിൻ്റെ ടെക്നോളജി, അതിൻ്റെ സാമ്പത്തികമായ സഹായങ്ങൾ കുറവായിരിക്കും. ഒരു സ്വകാര്യ ആശുപത്രി കൂടുതൽ ടെക്നോളജി വരും. അപ്പോൾ കൂടുതൽ ചികിത്സ അവിടെ കിട്ടാൻ അങ്ങോട്ട് പോകണം. ആരോഗ്യവകുപ്പിനെ വെട്ടിലാക്കുന്ന പ്രസ്താവനയാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ശശിനാരായണൻ വിവരങ്ങളുമായി ചേരുന്നു. ശശിനാരായണൻ, ആരോഗ്യ മേഖലയിലെ നേട്ടങ്ങൾ സർക്കാരിന്റെ തന്നെ നേട്ടങ്ങളായി ചൂണ്ടിക്കാണിക്കപ്പെടുന്ന, തുടർഭരണം അവകാശപ്പെടുന്ന സർക്കാരിനെ തന്നെ വെട്ടിലാക്കിയിരിക്കുകയാണ് മന്ത്രി. ഏത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു പരാമർശം അദ്ദേഹം നടത്തുന്നത്? രേണുക, ഇന്ന് പത്തനംതിട്ടയിലാണ് മന്ത്രി സജി ചെറിയാൻ ഇത്തരമൊരു പ്രതികരണം നടത്തിയത്. കാരണം മന്ത്രിക്കെതിരെ, അതായത് വീണ ജോർജിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ, പ്രതിഷേധങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ CPM അതിനകത്ത് പ്രതിരോധം സൃഷ്ടിക്കുന്ന സാഹചര്യം പത്തനംതിട്ടയാണ്. അത് സംസ്ഥാനത്തോട്ട് എല്ലാ സ്ഥലങ്ങളിലും CPM ശക്തമായ പ്രതിരോധം തീർക്കുമെന്നൊരു മുന്നറിയിപ്പും ഒപ്പം അതിനുള്ള നടപടിയിലേക്കും പാർട്ടി കടക്കുമ്പോഴാണ് ഈ സജി ചെറിയാൻ മന്ത്രിയുടെ ഈ സർക്കാരിനെ വെട്ടിലാക്കുന്ന തരത്തിലൊരു പ്രസ്താവന. സർക്കാർ മന്ത്രിമാർ ഈ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുന്നു എന്നുള്ളൊരു ആരോപണം നിലവിൽ വന്ന സ്ഥിതിക്ക് പലതരത്തിലുള്ള വാർത്തകൾ വരുന്ന സാഹചര്യത്തിൽ അതിനെ സംബന്ധിച്ചുള്ള പ്രതികരണമാണ്. സ്വകാര്യ ആശുപത്രിയിൽ മന്ത്രിമാർ ചികിത്സിച്ചാൽ എന്താണ് കുഴപ്പം? സർക്കാർ ആശുപത്രിയേക്കാൾ മെച്ചപ്പെട്ട ചില സ്വകാര്യ ആശുപത്രികളുണ്ട്. അത്തരത്തിൽ ചികിത്സ തേടുന്നതിന് തെറ്റില്ല എന്നുള്ള ഒരു പ്രസ്താവനയാണ് മന്ത്രി സജി ചെറിയാൻ നടത്തിയത്. സർക്കാരിനെ സംബന്ധിച്ച് സർക്കാർ ആശുപത്രിയുടെ ചികിത്സയും അവിടുത്തെ കാര്യങ്ങളുമൊക്കെ വലിയ രീതിയിൽ നടത്തുന്നതായിട്ടുള്ള ആരോഗ്യ മേഖല വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതൊക്കെ ഒരു പ്രസ്ഥാനമുള്ള കാര്യത്തിലുള്ള സജി ചെറിയാൻ ഇത്തരം ഒരു പ്രസ്ഥാനം. അതിനെതിരെ സാധാരണഗതിയിൽ സർക്കാരിനെ വെട്ടിലാക്കുന്ന ഒരു പ്രതികരണമായി പോയി മന്ത്രിയുടെ എന്നുള്ളതാണ്. ഇതാദ്യമായല്ല മന്ത്രി സജി ചെറിയാനിൽ നിന്നും ഇത്തരം വിവാദ പരാമർശങ്ങൾ അല്ലെങ്കിൽ സർക്കാരിനെ വെട്ടിലാക്കുന്ന പരാമർശങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇതിപ്പോൾ വലിയ വിവാദമായി മാധ്യമങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവനയെക്കുറിച്ച് ചർച്ച നടത്തുമ്പോൾ എന്തെങ്കിലും വിശദീകരണം കൂടുതലായി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടോ? പ്രതികരണം സ്വാഭാവികം നേതാക്കൾക്കിടയിലും ഒപ്പം CPM ഒരു അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അനവസരത്തിലായിരിക്കും അത്തരം പ്രതികരണം എന്നുള്ള കാര്യം കൂടിയുണ്ട്. പ്രധാനമായും ഈ മന്ത്രിമാർ ചികിത്സ തേടുന്ന കാര്യത്തിൽ ആരോഗ്യ മേഖലയിൽ അത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുന്നതിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആരോപണങ്ങൾ പലതരത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സർക്കാർ ആശുപത്രിയെ തള്ളിക്കൊണ്ട് പറഞ്ഞ രീതിയിലാണിത് എന്തായാലും പുറത്തു വന്നിട്ടുള്ളത്. എന്നാൽ അത്തരം ഒരു പ്രസ്താവന അനുചിതമായി പോയി എന്നുള്ള കാര്യമാണ് നിലവിലുള്ളത്. എന്തായാലും ഇന്ന് പത്തനംതിട്ടയിലാണ് സജി ഇത്തരം ഒരു പ്രതികരണം നടത്തിയത്. സ്വകാര്യ ആശുപത്രിയിൽ എന്നാണ് പറയുന്നത്. ശരി, എന്തായാലും സർക്കാരിനെ വെട്ടിലാക്കുന്ന പരാമർശമാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ പ്രതികരണങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. മന്ത്രി ഇനി എന്ത് വിശദീകരണം ഈ വിവാദ പ്രസ്താവനയിൽ നടത്തുന്നു എന്നതും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.